സർവനാമങ്ങൾ എന്ന് പറയുമ്പം പ്രോനൗൺസ്, നാമത്തിന് പകരം നിൽക്കുന്നത്. അറബിയിൽ ലമാഇർ എന്നാണ് പറയുന്നത്. പ്രധാനമായ 3 വിഭാഗങ്ങളായി തിരിക്കാം. ആദ്യത്തേത് സ്വതന്ത്ര സർവനാമം, അതായത് ലമാഇർ മുൻഫസില. വാക്യങ്ങളുടെ തുടക്കത്തിൽ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ഞാൻ, നീ എന്നൊക്കെ പറയും. സ്വതന്ത്ര സർവനാമം ഞാൻ, നീ, അവൻ, അവൾ, അവർ ഇതൊക്കെ പറയുന്നത്. സ്വതന്ത്ര സർവനാമങ്ങളിൽ തന്നെ ഏകവചനവും ബഹുവചനവും ഉണ്ട്. ദ്വിവചനവും, ഏകവചനവും ബഹുവചനവും ദ്വിവചനവും ഉണ്ട്. അറബിയിൽ ദ്വിവചനം കൂടിയുണ്ട്. മറ്റുള്ളവർ നമ്മൾ സിംഗുലർ, പ്ലൂറൽ അല്ലെങ്കിൽ ഏകവചനം ബഹുവചനമേ ഉള്ളൂ. അറബിയിൽ ദ്വിവചനം എന്നൊരു ഇതും കൂടിയുണ്ട്. അപ്പോൾ അതിൽ ഏകവചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എന്ന് പറയാൻ അന, നീ അൻത. പുരുഷനാണെങ്കിൽ അൻത എന്നും സ്ത്രീ ആണെങ്കിൽ നീ എന്ന് പറയാൻ അൻതി എന്നുമാണ് ഉപയോഗിക്കുന്നത്. അൻത, അന്തി, നീ. അവൻ ഹുവ, അവൾ ഹിയ. അന ഞാൻ, അൻത നീ പുരുഷൻ, അൻത നീ എന്ന് പറഞ്ഞ സ്ത്രീ, ഹുവ അവൻ, ഹിയ അവൾ. ദ്വിവചനം പറയാം. ദ്വിവചനം നിങ്ങൾ 2 പേര് എന്ന് പറയാൻ അൻതുമ, നിങ്ങൾ 2 പേരും. അവർ 2 പേര്, പുരുഷന്മാരെ ആയാലും സ്ത്രീകളെ ആയാലും ഹുമ എന്നാണ് പറയുന്നത്. അവർ 2 പേരും, ആണായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഹുമ എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്തത് ബഹുവചനം. ബഹുവചനം എന്ന് പറയുമ്പോൾ അറബിയിൽ 3ഓ അതിലധികമോ പേർക്ക് പറയുന്നതിനെയാണ് ബഹുവചനം പറയുന്നത്. ദ്വിവചനം പ്രത്യേകം ഉള്ളതുകൊണ്ടാണ് 3ഓ അതിലധികമോ പേർക്ക് പറയുന്നത്. അതിൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, നഹ്നു. അടുത്തത് നിങ്ങൾ, അൻതും. സ്ത്രീകളാണെങ്കിൽ അൻതുന്ന, അൻതു അതിൻ്റെ കൂടെ ഇന്നയും കൂടെ ചേർക്കുക, അൻതുന്ന, നിങ്ങൾ സ്ത്രീകൾക്കാണെങ്കിൽ. അങ്ങനെ പറയുമ്പോൾ അവർ, പുരുഷന്മാരാണെങ്കിൽ ഹും എന്ന് പറയാം, അവർ ഹും. അവർ സ്ത്രീകൾക്കാണെങ്കിൽ, അവർ സ്ത്രീകളെ പറയുകയാണെങ്കിൽ ഹുന്ന എന്ന് പറയും. അപ്പം അവർ സ്ത്രീകളെ ബഹുവചനം പറയുമ്പോൾ ഹുന്ന, പുരുഷന്മാരെ അവരെന്ന് പറയുമ്പോൾ ഹും, നിങ്ങളെന്ന് പറയുമ്പോൾ സ്ത്രീകളെ അൻതുന്ന. അടുത്തത് പുരുഷന്മാരെ നിങ്ങളെന്ന് പറയുമ്പം അൻതും, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുമ്പോൾ നഹുനു. നേരത്തെ സ്വതന്ത്ര സർവനാമങ്ങൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോണ ബന്ധിത സർവനാമങ്ങളാണ്. അറ്റാച്ച്ഡ് പ്രോനൗൺസ് അല്ലെങ്കിൽ ലമാഇർ മുത്തസിൽ, ചേർക്കപ്പെട്ട. ഇവ സ്വതന്ത്രമായിട്ട് നിൽക്കത്തില്ല. നാമങ്ങളോട് ചേർത്ത് ഉടമസ്ഥത കാണിക്കാനും ക്രിയകളോടും അവയവങ്ങളോടും ചേർത്ത് കർമ്മമായിട്ടും ഉപയോഗിക്കുന്നു. കർത്താവ്, ക്രിയ, കർമ്മം നമുക്കറിയാലോ. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാതെ നാമങ്ങളോടോ ക്രിയകളോടോ അവയവങ്ങളോടോ ചേർത്ത് ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് ഇവ. ലമീർ മുത്തസിൽ അഥവാ ബന്ധിത സർവനാമങ്ങൾ. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഈ, ക, കി, ഹു, ഹ, ന, കും, കുന്ന, ഹും, കുന്ന. ഉദാഹരണം നോക്ക്. ഈ, എന്നെ, എൻ്റെ എന്ന് പറയാൻ ഈ എന്ന അക്ഷരം നാമത്തിനോടോ ക്രിയയോടോ ഒക്കെ ചേർക്കും. ഇപ്പോൾ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, അതിൻ്റെ കൂടെ ഒരു ഈയും കൂടെ ചേർത്താൽ കിതാബി എന്ന് വായിക്കാം, എൻ്റെ പുസ്തകം. നിന്നെ, നിൻ്റെ എന്ന് ആണിന് പറയാൻ കായാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കിതാബുക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ പുസ്തകം. അടുത്തത് കീ. സ്ത്രീയെ നിന്നെ, നിൻ്റെ എന്ന് പറയാൻ വേണ്ടി കീ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കിതാബിൻ്റെ കൂടെ കീയും കൂടെ ചേർക്കാം, കിതാബുക്കി. അങ്ങനെ പറയുമ്പോൾ നിൻ്റെ പുസ്തകം എന്ന് പറയും. അടുത്തത് ഹു. അവനെ അല്ലെങ്കിൽ അവൻ്റെ എന്ന് പറയാൻ ഹു ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കിതാബ് എന്ന വാക്കിനോട് ഹുവും കൂടെ അവസാനം ചേർക്കുമ്പോൾ കിതാബുഹു, അവൻ്റെ പുസ്തകം. അടുത്തത് നോക്ക്. ഹ. അവളെ അല്ലെങ്കിൽ അവളുടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹായാണ് ഉപയോഗിക്കുന്നത്. അപ്പം കിതാബിൻ്റെ കൂടെ ഹായും കൂടെ ചേർക്കാൻ കിതാബുഹ, അവളുടെ പുസ്തകം. അടുത്ത നോക്ക്. നാ. നമ്മളെ അല്ലെങ്കിൽ ഞങ്ങളുടെ പറയാൻ വേണ്ടി നാ ഉപയോഗിക്കും. അപ്പോൾ കിതാബ് എന്ന പദത്തിനോട് നായും കൂടെ ചേർക്കുമ്പം ഞങ്ങളുടെ പുസ്തകം. അടുത്ത നോക്ക്. കും. കും എന്ന് പറയുമ്പം നിങ്ങളെ അല്ലെങ്കിൽ ആണുങ്ങളെ, പുരുഷന്മാരെ ബഹുവചനത്തിന് ഉപയോഗിക്കുന്നതാണ് കും, നിങ്ങളുടെ. അപ്പോൾ അവിടെ കിതാബ് അതിൻ്റെ കൂടെ കും കൂടെ ചേർക്കുമ്പം കിതാബുക്കും, നിങ്ങളുടെ പുസ്തകം. അടുത്തത് സ്ത്രീകളെ നിങ്ങളുടെ എന്ന് പറയാൻ കുന്ന എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കിതാബിൻ്റെ കൂടെ കുന്ന എന്നും കൂടെ ചേർക്കുമ്പം കിതാബ് കുന്ന എന്ന് വായിക്കും, നിങ്ങളുടെ പുസ്തകം. അടുത്തത് ഹും. പുരുഷന്മാരെ അവരുടെ എന്ന് പറയാൻ ഹും ആണ് ഉപയോഗിക്കുന്നത്. കിതാബ് ഹും എന്ന് പറയുമ്പം കിതാബിൻ്റെ കൂടെ ഹുമും കൂടെ ചേർക്കാം, കിതാബ് ഹും, അവരുടെ പുസ്തകം. സ്ത്രീകളെ ആണെങ്കിൽ അവരുടെ
ഹുന്ന എന്നാണ് പറയുന്നത്. അതിന് കിതാബിൻ്റെ കൂടെ ഹുന്നയും കൂടെ ചേർക്കുമ്പോൾ കിതാബു ഹുന്ന, അവരുടെ പുസ്തകം, ആ സ്ത്രീകളുടെ പുസ്തകം എന്ന് പറയും. അപ്പം ഇത് നാമത്തിൻ്റെ കൂടെ ചേർന്നപ്പോഴാണ് നിൻ്റെ, എൻ്റെ, അവരുടെ എന്നൊക്കെ വന്നത്. ക്രിയയുടെ കൂടെ നമ്മൾ ചേർക്കുമ്പോൾ എന്തെന്ന് വരും? ക്രിയയുടെ കൂടെ ചേർത്ത് നോക്കാം. നലറ എന്നൊരു വെർബ്, ക്രിയ. അത് നോക്കുക എന്നാണ് അർത്ഥം. അപ്പോഴേ അവനെ നോക്കി എന്ന് പറഞ്ഞാൽ നലറഹു, അവനെ നോക്കി. നലറഹ, നലറയുടെ കൂടെ ഹായും കൂടെ ചേർത്താൽ അവളെ നോക്കി. നലറ നാ ചോദിച്ചാൽ ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ നോക്കി, അങ്ങനെ പറയും. അപ്പം ഇവിടെ വെർബിൻ്റെ കൂടെ ചേരും, നാമത്തിൻ്റെ കൂടെയും ചേരും. അടുത്തത് എംഫാറ്റിക് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഊന്നൽ സർവ്വനാമങ്ങൾ, അതായത് ലമാഇർ, നസ്ബ്, മുൻഫസിൽ. അത് ഇപ്പം ഇയാളെ തന്നെ അല്ലെങ്കിൽ എന്നെ തന്നെ, നിന്നെ തന്നെ, യുവർ സെൽഫ്, ഹിംസെൽഫ്, മൈസെൽഫ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കൂലേ. മലയാളത്തിൽ ഇയാളെ തന്നെ, എന്നെ തന്നെ, നിന്നെ തന്നെ, അവനെ തന്നെ, അതാണ് അതിൻ്റെ അറബിയാണ് ഇനി പറയാൻ പോകുന്നത്. അതേതൊക്കെയെന്ന് നോക്കാം. ഇയാഹ, അവളെ തന്നെ. ഇയാന, ഞങ്ങളെ തന്നെ. ഇയാക്കും, നിങ്ങളെ തന്നെ, ആണിനെ ആണെങ്കിൽ. ഇയാഹും, പെണ്ണിനെ ആണെങ്കിൽ അവരെ തന്നെ. എന്നെ തന്നെ എന്ന് പറയാൻ ഇയായ, നിന്നെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാക്ക, അത് ആണാണെങ്കിൽ നിന്നെ തന്നെ എന്ന് പറയാം. സ്ത്രീ ആണെങ്കിൽ ഇയാക്കി. അവനെ തന്നെ എന്ന് പറയണമെങ്കിൽ ഇയാഹു, അവനെ തന്നെ. അപ്പം പ്രധാനപ്പെട്ട അറബിയിലെ മുഴുവനും സർവ്വനാമങ്ങൾ ഇത്രയാണ്. ഇത്രയും പഠിച്ചു വയ്ക്കാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ.